Welcome to F2 Media. F2 മീഡിയയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന കൊറോണ വൈറസ് എന്ന മഹാമാരിയുടെ പിടിയിലാണ് നാം ഓരോരുത്തരും. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ ഓരോരുത്തരെയും അത് ബാധിച്ചു കഴിഞ്ഞു. ചിലർക്ക് ശാരീരികമാണെങ്കിൽ മറ്റു ചിലർക്ക് സാമ്പത്തികമായും മാനസികമായും. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ ആരും തോറ്റുപോയിട്ടില്ല. തോൽക്കാൻ നമുക്ക് മനസ്സില്ല എന്ന് പറയുന്നതാവും ശരി. കാരണം ഇതിലും വലിയ പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. ചിലതൊക്കെ നമ്മൾ നേരിടാൻ തയ്യാറുമാണ്. ഏത് സമയം പോലെ തന്നെ ഈ സമയവും കടന്നു പോകുമെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. പക്ഷേ അതങ്ങനെ വെറുതെ കടന്നു പോയാൽ പോരാ. ചിലതൊക്കെ കാണാനുണ്ട്, കേൾക്കാനുണ്ട്, പഠിക്കാനുണ്ട്. അങ്ങനെ കണ്ടും കേട്ടും മനസ്സിലാക്കി പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വിഷയവുമായിട്ടാണ് F2 മീഡിയയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അവധിക്കാലങ്ങളിലും ഒഴിവു സമയങ്ങളിലും പ്രായഭേദമന്യേ നമ്മൾ ഓരോരുത്തരും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് കമ്പ്യൂട്ടർ പഠനം. ആ കമ്പ്യൂട്ടർ മേഖലയിൽ നമ്മളെപ്പോഴും ഒരു കൗതുകത്തോടെ നോക്കി നിൽക്കുകയും അല്ലെങ്കിൽ എനിക്കും ഒന്ന് പഠിച്ചാൽ കൊള്ളാം എന്ന് കരുതി നമ്മളൊരു ഇഷ്ട വിഷയവുമായി നമ്മൾ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ച ഒന്നാണ് ഡിസൈനിങ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ്. ഇതാണോ പറയാൻ വന്നത്, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയാണോ കൊറോണയെ കുറിച്ചൊക്കെ വിവരിച്ചത് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം. ഒരുപക്ഷെ ഗ്രാഫിക് ഡിസൈനിങ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് സ്റ്റഡി, മൾട്ടിമീഡിയ എന്നൊക്കെ കേൾക്കുമ്പോൾ പലരും ധരിച്ചു നിൽക്കാറുണ്ട്. ഇതൊക്കെ എങ്ങനെ, ഏത് രീതിയിൽ പഠിച്ചെടുക്കാൻ? കമ്പ്യൂട്ടറിന്റെ ബേസിക് തന്നെ പലപ്പോഴും പഠിച്ചെടുക്കാൻ പ്രയാസപ്പെട്ട ഒരാളാണ് ഞാൻ. അതല്ലെങ്കിൽ അതുപോലും അറിയാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ഞാൻ പഠിച്ചെടുക്കും എന്നൊരു കൺഫ്യൂഷൻ പലപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായേക്കാം. അവരോടാണ് ആദ്യം പറയാനുള്ളത്. ഡിസൈനിങ് എങ്ങനെ പഠിക്കാം, അതല്ലെങ്കിൽ ഏത് രീതിയിൽ ഇത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും, ആരുടെ സപ്പോർട്ട് കിട്ടും എന്നതിനെ കുറിച്ച് നിങ്ങളും കൺഫ്യൂസ്ഡ് ആണെങ്കിൽ സഹായിക്കാൻ F2 മീഡിയയിലൂടെ ഞാനുണ്ട്. അതിനു മുമ്പ് ആദ്യം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പേര് ഫിറോസ്. ഞാൻ ദുബായിലെ ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. 3D വിഷ്വലൈസർ കം ഗ്രാഫിക് ഡിസൈനർ ആയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ കൊറോണ സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് നാട്ടിലേക്ക് എസ്കേപ്പ് ആയി. ഇപ്പോൾ നാട്ടിൽ ചെറിയ ഫ്രീലാൻസ് വർക്കുകളൊക്കെ ആയിട്ട് സന്തോഷമായി കുടുംബത്തോടൊപ്പം കഴിഞ്ഞു പോകുന്നു. അപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞ ഈ ഒരു വിഷയവുമായി ഞാൻ നിങ്ങളേക്ക് മുമ്പിലേക്ക് എത്തുന്നതിന്റെ പ്രധാന കാരണം ഞാൻ ആദ്യമായി പറയാം. എന്താണ് ഗ്രാഫിക് ഡിസൈനിങ്, അല്ലെങ്കിൽ എങ്ങനെ അത് പഠിച്ചെടുക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പായി എനിക്ക് പറയാനുള്ളത് അത് പഠിക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്നാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സമൂഹത്തെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ട് ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നവരെയോ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, മുതിർന്ന ഒരു രക്ഷിതാവാണെങ്കിലും മുതിർന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും പലതരത്തിലുള്ള ബിസിനസ്സുകളായിട്ടും മറ്റ് പ്രൊഫഷണൽ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവർക്കൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വന്തം ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് പ്രധാനമാണ്. ആ അഡ്വർടൈസ്മെന്റ് കൊടുക്കണമെങ്കിൽ ഇന്ന് TV ചാനലുകളിലേക്കോ അതല്ലെങ്കിൽ പ്രിന്റ് മീഡിയകളിലേക്കോ പോകേണ്ട ഒരാവശ്യവുമില്ല. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ, നമ്മുടെ അക്കൗണ്ടിലുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഇനി അതുമല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ നമ്മുടെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ മറ്റുള്ളവർക്ക് ആകർഷകമായി തോന്നുന്ന രീതിയിൽ, മറ്റുള്ളവരെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ആരും നമ്മളെ ഒന്ന് തിരിച്ചു കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനൊരു ചെറിയ ഉദാഹരണത്തോടു കൂടി ഞാൻ പറഞ്ഞു തരാം. ഈ അടുത്ത് എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ടാക്സി ഡ്രൈവറാണ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഫിറോസെ എനിക്കൊരു ആഡ് ചെയ്യണം. എന്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ എന്റെ ഫേസ്ബുക്ക് പേജിൽ എനിക്ക് പോസ്റ്റ് ചെയ്യണം. ഞാനൊരു ടാക്സി കാർ ഡ്രൈവറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ക്വാറന്റൈൻ ഫെസിലിറ്റിയോട് കൂടിയിട്ട് ആ കാർ സർവീസ് നടത്താൻ തയ്യാറാണ്. പ്രത്യേകിച്ച് വിദേശത്ത് നിന്നൊക്കെ എത്തുന്ന പ്രവാസികളെ നാട്ടിലെത്തിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ക്വാറന്റൈൻ പാർട്ടീഷനൊക്കെ ചെയ്ത് കാർ വളരെ ആ ഒരു രീതിയിൽ ഫെസിലിറ്റിയുമായി മാറ്റിയെടുത്തിരിക്കുകയാണ്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്റ് എനിക്ക് ഒരു അഡ്വർടൈസ്മെന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് വേണമെങ്കിൽ വെറുതെ ടൈപ്പ് ചെയ്ത് ഒരു കാറിന്റെ ഐക്കണൊക്കെ വെച്ചുകൊണ്ട് മറ്റുള്ളവർ മുമ്പിൽ
പ്രസന്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളായതുകൊണ്ടും കുറച്ചൊന്ന് അട്രാക്റ്റീവ് ആയിട്ട് അദ്ദേഹത്തിന്റെ അഡ്വർടൈസ്മെന്റ് വേണമെന്ന് തോന്നുന്നത് കൊണ്ടും എന്നെ വിളിച്ചു പറഞ്ഞു. എന്നെ സംബന്ധിച്ച് ഒരു 5 മിനിറ്റിന്റെ വർക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് ചെയ്തു കൊടുത്തു. അദ്ദേഹവും സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഇതൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ, ഒരാളെ ആശ്രയിക്കാതെ നമ്മളെ ഓരോരോ ബിസിനസ്സിനെയും, നമ്മളൊരു ടാക്സി ഡ്രൈവർ മാത്രമല്ല, നമ്മളൊരു കച്ചവടക്കാരനാണെങ്കിൽ പോലും, ഇനി വീട്ടിലുള്ള നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾ ഈ പറഞ്ഞ രീതി, സ്വന്തമായ രീതിയിൽ ഒരു അഡ്വർടൈസ്മെന്റ് പ്രൊമോഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമുക്കറിയാം, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ നമ്മളുടെ കടയിലെ അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സിലെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുക്കും, അതല്ലെങ്കിൽ കുറച്ച് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യും. പക്ഷെ അത് തന്നെ ചെലവുകൾ ഏറെയാണ്. പലരും കണ്ടാൽ കണ്ടു, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിലേക്കാണ്. പക്ഷെ ഇന്ന് നമ്മളെ ഒരു വിരൽ തുമ്പിലെന്നോണം നമ്മുടെ തൊട്ടടുത്തുള്ള മീഡിയയിലൂടെ നമ്മൾക്ക് തന്നെ അത്തരത്തിലുള്ള പ്രൊമോഷൻ അഡ്വർടൈസ്മെന്റുകൾ നമുക്ക് നടത്താൻ സാധിക്കും. ഗ്രാഫിക് ഡിസൈൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രൊമോഷൻ ആഡുകൾ മാത്രമല്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രായഭേദമന്യേ ഒരു ബിസിനസ്മാൻ ആണെങ്കിലും ഒരു വിദ്യാർത്ഥിയാണെങ്കിലും ഒരു വീട്ടമ്മയാണെങ്കിൽ പോലും ഒരു ഇൻകം ആഗ്രഹിച്ചുകൊണ്ട് നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പ്രൊമോഷൻ അത്യാവശ്യമാണ്. ആ പ്രൊമോഷനിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റിനെ കുറിച്ച് ചിന്തിക്കുന്നതും അപ്പൊ എങ്ങനെ അതെനിക്ക് ചെയ്തെടുക്കാം എന്ന് നമ്മൾ കരുതുന്നതും. അവിടെയാണ് ഇന്നത്തെ കാലത്ത് ഗ്രാഫിക് ഡിസൈനിങ്ങിന് ഏറ്റവും കൂടുതൽ പ്രസക്തി ഉള്ളത്. ഒപ്പം തന്നെ അതിന്റെ തൊഴിൽ സാധ്യതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ ഒരു അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മൾട്ടിമീഡിയ കോഴ്സ് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ 2007 ജൂലൈ മാസത്തിലാണ് ഞാൻ ആദ്യമായി ഒരു പ്രൊഫഷണലായി ജോലി ചെയ്യുന്നത്. വെറും 450 രൂപയ്ക്ക് കോഴിക്കോടിലുള്ള ഒരു സ്റ്റുഡിയോയിലെ ഡിസൈനറായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അന്ന് എനിക്ക് 21 22 വയസ്സോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. 450 രൂപയുടെ ജോലി എന്നതിനല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഞാൻ പഠിച്ച് അത് ടൂൾസ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു ജോലി പ്രവേശിക്കാൻ സാധിച്ചു. അതിനുശേഷം കോഴ്സ് പ്രോഗ്രസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഞാൻ മറ്റൊരു സ്ഥാപനത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഏകദേശം 5000 സാലറി ഫസ്റ്റ് മന്തിൽ എനിക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു ജോലി കിട്ടി. അപ്പൊ ഇതൊക്കെ ഞാനെന്ന വ്യക്തിയോ അല്ലെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി ഏതെങ്കിലും ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യമല്ല. നമുക്കറിയാം, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മോശമില്ലാത്ത ഒരു സാലറി 5000 രൂപ എന്നൊക്കെ പറയുമ്പോൾ 2007 കാലഘട്ടത്തിൽ അത്യാവശ്യം മോശമില്ലാത്തൊരു എമൗണ്ട് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്കൊരു ജോലിയിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ കഴിവുകളും നമ്മുടെ കഠിനാധ്വാനവും മാത്രം മതി. പക്ഷെ എനിക്ക് കഴിവില്ലല്ലോ, ഞാൻ വരയ്ക്കാൻ അറിയില്ല, എനിക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ അറിയില്ല, എനിക്ക് കളർ സെൻസ് ഇല്ല എന്നൊക്കെ കരുതി ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക. പരിശ്രമങ്ങളാണല്ലോ നമ്മുടെ പല വിജയങ്ങളിലേക്കും നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്ന് ശ്രമിക്കുക. ഇനി കഴിവുള്ള വലിയൊരു കൂട്ടം പിൻഭാഗത്തുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡിസൈനിങ് മേഖലയിലേക്ക് നിങ്ങളേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ പതിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും F2 മീഡിയയിലൂടെ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. 2010 ജൂൺ മാസത്തിലാണ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലെ കാറ്റ് സെന്ററിൽ ഇൻസ്ട്രക്ടറായി ഞാൻ എത്തുന്നത്. 5 വർഷത്തെ കാറ്റ് സെന്റർ പ്രവൃത്തി പരിചയത്തിലൂടെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ 5 വർഷത്തെ പ്രവൃത്തി പരിചയം, അവിടെ കണ്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അവർ മനസ്സിലാക്കിയ രീതി, അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത രീതി, അതെങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ അത് എഫക്റ്റീവ് ആയിട്ടുണ്ട്, ആ ടിപ്സുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ F2 മീഡിയ എന്ന ചാനലിലൂടെ ഒരു നല്ലൊരു ട്യൂട്ടോറിയലായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഗ്രാഫിക് ഡിസൈനിങ്ങിനെ കുറിച്ച് ബേസിക്കായി അറിയുന്ന ആളുകളാണെങ്കിലും ഇനി അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും ഇനി ഒന്നും അറിയില്ല, ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ വരെ അറിയില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ ഒരു ഡിസൈനർ ആവും എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നിങ്ങളുടെ ഉള്ളിലാണെങ്കിൽ നമുക്ക് വരുന്ന എപ്പിസോഡുകളിലൂടെ വ്യക്തമായി ഞാനത് പറഞ്ഞു തരാം. അതോടൊപ്പം തന്നെ ഞാൻ പറയുകയാണ്, F2 മീഡിയ എന്ന് പറയുന്ന ഈ ചാനൽ ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ചാനലല്ല, മറിച്ച് ഇടയ്ക്കിടയ്ക്ക് മറ്റ് ചില ആക്ടിവിറ്റീസുകളുമായി നിങ്ങളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന കുറച്ച് നല്ല വീഡിയോസുകളുമായി ഞാൻ വരും. പക്ഷേ ഈ ചാനലിന്റെ മെയിൻ സ്കോപ്പ് എന്ന് പറയുന്നത് മൾട്ടിമീഡിയ
ട്യൂട്ടോറിയൽ ചാനൽ എന്ന് തന്നെയാണ്. അതിന്റെ ആദ്യ പടിയായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാഫിക് ഡിസൈനിങ്. ഗ്രാഫിക് ഡിസൈനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അതിന്റെ ബേസ് എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് അഡോബ് ഇല്ലസ്ട്രേറ്റർ ആൻഡ് അഡോബ് ഫോട്ടോഷോപ്പ് എന്നാണ്. കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ IT റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തുടങ്ങുന്ന സമയത്ത് എന്താണ് കമ്പ്യൂട്ടർ, എന്താണ് മൗസ്, അല്ലെങ്കിൽ എന്താണ് കീബോർഡ്, എന്താണ് മോണിറ്റർ എന്നതിനെ കുറിച്ച് ആധികാരികമായി പറഞ്ഞ് വെറുതെ ടൈം വേസ്റ്റ് ആക്കേണ്ട ഒരു സാഹചര്യമില്ല. കാരണം ഇന്ന് മെജോറിറ്റി ആളുകൾക്കും ഇതൊക്കെ വ്യക്തമായി അറിയാം, അല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ അറിയാവുന്ന ആളുകളാണ്. ഇനി അറിയാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് പേഴ്സണലായി അത് പറഞ്ഞു കൊടുക്കാനും തയ്യാറാണ്. അപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ്ങിന് വേണ്ടി ഒരുപാട് സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4 സോഫ്റ്റ്വെയറുകളാണ്. ഒന്ന് അഡോബ് ഫോട്ടോഷോപ്പ്, അഡോബ് ഇല്ലസ്ട്രേറ്റർ, അഡോബ് ഇൻഡിസൈൻ ആൻഡ് കോറൽ ഡ്രോ എന്ന് പറയുന്നത്. പ്രൊഫഷണൽ ലെവലിൽ ഉപയോഗിക്കുന്ന 4 മെയിൻ സോഫ്റ്റ്വെയർസ് ആണ്. അതല്ലാതെ മറ്റ് ചില സോഫ്റ്റ്വെയർസും യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ആദ്യം അതിന്റെ ഒരു അടിത്തറ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡോബ് ഇല്ലസ്ട്രേറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ പലരും ഉപയോഗിക്കാത്ത, പ്രൊഫഷണൽ ലെവലിൽ ഉപയോഗിക്കാത്ത ഒരു സാധനമാണ് അഡോബ് ഇല്ലസ്ട്രേറ്റർ. പക്ഷെ എന്നാൽ നമ്മൾ എബ്രോഡിലേക്ക് പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലേക്ക് പോവുകയാണെങ്കിൽ, ഈ പറയുന്ന ഫോട്ടോഷോപ്പിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ഗ്രാഫിക് ഡിസൈനിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അഡോബ് ഇല്ലസ്ട്രേറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഇല്ലസ്ട്രേറ്റർ എന്താണ്? അഡോബ് ഇല്ലസ്ട്രേറ്റർ, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, ഏതൊക്കെ തരത്തിലാണ് അതിൽ പഠിക്കാൻ സാധിക്കുക, ആ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗപ്രദമാക്കാം എന്നതിനെ കുറിച്ച് വളരെ ആധികാരികമായി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ ഞാൻ അത് വിവരിക്കാൻ തയ്യാറാണ്. പക്ഷെ അതിപ്പോഴല്ല, നെക്സ്റ്റ് എപ്പിസോഡിൽ. അപ്പൊ അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ ക്രിയേറ്റീവ് മൈൻഡ് എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായും അത് പുറത്തേക്ക് എടുത്തു കൊണ്ടുവരിക. ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല, ഇതൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നും മാറ്റി നിർത്തപ്പെടുന്നവർ തന്നെയായിരിക്കും. അതല്ല, മറിച്ച് നിങ്ങളുടെ വീട്ടിൽ ഒരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നാളെ നല്ലൊരു ഗ്രാഫിക് ഡിസൈനർ ആവാം. നല്ലൊരു ജോലി മുന്നിൽ കണ്ടുകൊണ്ടാണ് നിങ്ങൾ അതിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനവും അല്പസ്വല്പം പ്രാർത്ഥനയും ദൈവാനുഗ്രഹവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നേടിയെടുക്കാം. ഇനി അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ബിസിനസ്സുകൾ, അതെന്ത് സംരംഭമായിക്കോട്ടെ, അതിനെ പ്രൊമോട്ട് ചെയ്യണം എന്ന ഉദ്ദേശത്തോടെയാണെങ്കിൽ അതും നിങ്ങൾക്ക് സാധിക്കും. അതിനുകൂടിയുള്ള ഒരു നല്ല വഴിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു തരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡ് മുതൽ അഡോബ് ഇല്ലസ്ട്രേറ്റർ എന്ന് പറയുന്ന ആ ബേസിക് സോഫ്റ്റ്വെയറിനെ കുറിച്ചും ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ മറ്റ് അനന്ത സാധ്യതകളെ കുറിച്ചൊക്കെ വ്യക്തമായി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതാണ്. വിലയേറിയ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, അത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റീവ് മൈൻഡിനെ പുറത്തു കൊണ്ടുവരാൻ ഞാനും തയ്യാറാണ്. ഒരിക്കൽ കൂടി F2 മീഡിയ എന്ന ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അത് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് വരേക്കും ഗുഡ് ബൈ.